കുറച്ച് പ്രോഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാൽ എങ്ങനെയായിരിക്കും? സ്മൈറ്റൻ എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ കൂടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഹലോ, ലിറ്റ്സോണിലേക്ക് സ്വാഗതം. ഞാൻ പൂർണിമ ശ്രീനാഥ്. ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ആപ്പിനെ പരിചയപ്പെടുത്താനും അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി എന്നത് നിങ്ങളെ കാണിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാശ് നമുക്ക് ചിലവില്ലാതെ നമുക്ക് സാധനം കിട്ടിയാൽ എങ്ങനെയിരിക്കും അല്ലേ? ഞാനും കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങളെന്ന് കാണിക്കാം. ഏറ്റവും നല്ല ബ്രാൻഡിൻ്റെ എല്ലാ പ്രോഡക്ട്സും, ഹെർബലിൻ്റെ ആയാലും ആക്സസറീസ് ആയാലും ബ്യൂട്ടി പ്രോഡക്ട്സ് ആയാലും മേക്കപ്പ് സാധനങ്ങളായാലും എന്ത് സാധനമായാലും അവിടെ നമുക്ക് കിട്ടും. അവിടെ നമുക്ക് ആദ്യം ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് ട്രയൽ പോയിൻ്റ് ഉണ്ട്. ആറ് ട്രയൽ പോയിൻ്റാണ് എനിക്ക് കിട്ടിയത്. ചില സമയങ്ങളിൽ 8 വരാറുണ്ട്. എനിക്ക് കിട്ടിയത് 6ആണ്. അപ്പോൾ ആ 6 ട്രയൽ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സാധനം കണ്ടു, ഇഷ്ടപ്പെട്ടു, അപ്പോൾ നമുക്കത് മേടിക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സാധനത്തിന് എന്ത് ചെയ്യുക, എടുത്ത് കാർട്ടിലിടുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് യൂസുള്ള സാധനമാണെങ്കിൽ മാത്രം നിങ്ങൾ മേടിക്കുക. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തെല്ലാം നോക്കിക്കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു യൂസ് ആയിട്ടുള്ളൊരു സാധനത്തിനെ കാണണം. അപ്പോൾ നമ്മൾ അയ്യോ ആ സാധനം വേണ്ടായിരുന്നു, ഇത് മതിയായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ വിചാരിച്ച് കഴിഞ്ഞിട്ട് ആ കാർട്ടിലിട്ട സാധനത്തെ നമ്മൾ റിമൂവ് ചെയ്യും. ഓക്കെ, അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. ആ റിമൂവ് ചെയ്ത ട്രയൽ പോയിന്റ് നിങ്ങൾക്ക് മൊത്തത്തിൽ അങ്ങ് പോകും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്രയൽ പോയിന്റ് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. വീണ്ടും അതിന് പകരമായിട്ട് സാധനം ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ട്രയൽ പോയിന്റിനായിട്ട് അവർ കുറച്ച് പ്രോഡക്റ്റ്സ് തന്നിട്ടുണ്ട്. ആ പ്രോഡക്റ്റിൻ്റെ താഴെ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് എത്ര ട്രയൽ പോയിന്റിനുള്ള ഒരു ഗ്രീൻ ലെറ്ററിൽ എഴുതിയിരിക്കും അത് എത്ര ട്രയൽ പോയിന്റിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. ചിലതിന് 1 ട്രയൽ പോയിന്റ് എന്ന് എഴുതിയിരിക്കും. ആ ട്രയൽ പോയിന്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ട്രയൽ പോയിന്റ് പോകത്തുള്ളൂ. ആ പ്രോഡക്റ്റ് മേടിക്കുന്നതുകൊണ്ട് ഒരു ട്രയൽ പോയിന്റ് നമ്മുടെ നിന്ന് പോകും. ഓക്കെ, അതിൻ്റെ ചില പ്രോഡക്റ്റിന് താഴെ 6 ട്രയൽ പോയിന്റ് 2 ട്രയൽ പോയിന്റ് എന്ന് ഗ്രീൻ ലെറ്ററിൽ എഴുതിയിരിക്കും. അത് നമ്മളിപ്പോൾ 2 ട്രയൽ പോയിന്റ് ആണെങ്കിൽ നമ്മളെ കയ്യിലുള്ള 6 ട്രയൽ പോയിന്റിൽ നിന്നും 2 ട്രയൽ പോയിന്റ് ആ ഒറ്റ പ്രോഡക്റ്റ് മേടിക്കുന്നതുകൊണ്ട് പോവുകയാണ്. മനസ്സിലായില്ലേ? അതാണ് സംഭവം. അപ്പോൾ പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ സൂക്ഷിച്ച് മേടിക്കുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് സാധനം മേടിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ മേടിച്ച കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഈ ഒരു കുഞ്ഞ് ബോക്സിലാണ് സാധനം വന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതെല്ലാം നമുക്ക് സാഷൽ പാക്കാണ്. അതായത് അവരൊരു സാമ്പിൾ യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ട്രയൽ പോയിന്റ് തരുന്നത്. ഓക്കെ, അപ്പോൾ അത് നല്ലതാണെങ്കിൽ നമ്മൾ മേടിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പാക്കിൽ ഇങ്ങനെ ഒരു 6 സാധനമാണ് കിട്ടിയത്. എനിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഓഫർ കൂടി ഉണ്ടായിരുന്നു, ഒരു പൗച്ചിൻ്റെ ഓഫർ. ഒരു പൗച്ച് കൂടി സ്മിറ്റൻ്റെ തന്നെ ഒരു പൗച്ചും കൂടെ കിട്ടി. അതിൽ സ്മിറ്റൻ്റെ ഒരു ലോഗോ ഒരു കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ കാണാൻ പറ്റില്ല. നല്ലൊരു പൗച്ച് കേട്ടോ, നല്ല ക്ലോത്താണ് പൗച്ചിൻ്റെ. നമുക്ക് ഡെയിലി യൂസിന് കംഫർട്ടബിളാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൗച്ചാണിത്. ഓക്കെ, അകത്ത് നല്ല ക്വാളിറ്റി ലെതറാണ്. ഇത് അകത്ത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ക്ലോത്താണ്, പുറത്ത് നല്ലൊരു ക്വാളിറ്റിയുള്ള ലെതറുമാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്രീ ആണ്. എൻ്റെ ട്രയൽ പോയിന്റിൽ വന്ന പ്രോഡക്റ്റ് അല്ല. ഓക്കെ, ഇതെനിക്ക് അവർ ഫ്രീ ആയിട്ട് തന്നതാണ്. പിന്നെയെന്ന് പറയുന്നത്, പിന്നെ അവർ വേറെ ഫ്രീ തന്നു, ഈ മുട്ടായി. ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ മോള് കാലിയാക്കി. ഇതിൻ്റെ അകത്തൊരു 8 ബബിൾസ് പോലത്തെ ജംസ് പോലത്തെ ഒരു മുട്ടായി ഉണ്ടായിരുന്നു. ഇത് രണ്ടുമാണ് അവരല്ലാതെ എനിക്ക് തന്നത്, എൻ്റെ ട്രയൽ പോയിന്റിലുള്ളതല്ലാതെ. ഓക്കെ, എൻ്റെ ട്രയൽ പോയിന്റിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ആദ്യം വരുന്നത് മമാസെത്തിൻ്റെ ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസറാണ് വിത്ത് ആപ്പിൾ സൈഡർ വിനീഗർ. നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുക എൻ്റെ ഡ്രൈ സ്കിൻ അല്ലേ, പിന്നെ എന്തിനാണ് ഞാൻ മേടിച്ചതെന്ന്. ഓക്കെ, ഞാൻ ഈ ഇടയായിട്ട് എൻ്റെ മുഖത്ത് പിമ്പിൾസൊക്കെ വന്നിട്ട് ഈ ഓയിലി ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുറച്ച് പിമ്പിൾസൊക്കെ വന്നിട്ട് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ കൂടാതെ ഇത് ഞാൻ മേടിച്ചതിൻ്റെ സിസ്റ്ററിന് കൊടുക്കാമെന്ന് വിചാരിച്ച് മേടിച്ചതാണ്. പുള്ളിക്കാരുടെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ ഒന്ന് ട്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ സിസ്റ്ററിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. യൂസ് ചെയ്തിട്ട് എനിക്ക് അത് ഓയിലി സ്കിന്നായിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നല്ലൊരു മണമാണ് കേട്ടോ,
നല്ലൊരു മണമാണ്. നല്ലൊരു മണം എന്ന് വെച്ചാൽ പാരബൻ ഫ്രീ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു നാച്ചുറൽ മണമാണ് ഇതിലുള്ളത്. നല്ല മോയ്സ്ചറൈസർ ആട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഡ്രൈ ആയിട്ട് കൂടി ഇത് ഒരുപാട് നേരം നമ്മുടെ ഫേസ് മോയ്സ്ചറൈസർ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് നല്ലതായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഇത് ഇനി ചേച്ചി കൊടുക്കണോ വേണ്ടിയോ എന്ന് ഞാൻ ഡൗട്ട് അടിച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടമായി. നോക്കട്ടെ. അത് ജസ്റ്റ് ഇങ്ങനൊരു പാക്കേജിലാണ് കവറിലാട്ടോ വന്നത്. ഇതിൻ്റെ 25 ഗ്രാമാണ് ഇതെന്ന് പറയുന്നത്. ചെറിയൊരു അത്രയേ ഉള്ളൂ സംഭവം. അടുത്തത് വന്നിട്ട് ഒണിയൻ ഓയിലാണ്. ഹെയർ ഗ്രോത്തിനുള്ളതാണ്. ഇത് ഹെർബൽ എന്നാണ് പറയുന്നത്. ബ്ലെൻഡ് ഓഫ് 15 പവർഫുൾ ഓയിൽ ആൻഡ് ഹെർബ്സ്, കൺട്രോൾ ഡാൻഡ്രഫ്, ട്രീറ്റ് ഹെയർ ഫോൾ, ഇംപ്രൂവ് ടെക്സ്ചർ, കണ്ടീഷൻ ഹെയർ ഫ്രം റൂട്ട്സ്. ഓക്കെ. ആൻഡ് 100% നാച്ചുറൽ എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ ഒരു കുട്ടി ബോട്ടിലാട്ടോ. ഇത് വന്നിട്ട് 30 ml ആണ്. കറണ്ട് പോയി. ഒണിയൻ ഓയിൽ വിത്ത് റോസ്മേരി ആൻഡ് ടീ ട്രീ ഓയിൽ. ഓക്കെ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്ത് നോക്കി പറയാവേ. അടുത്ത് വന്നിട്ട് നാച്ചുറൽ ടോണിങ് മിസ്റ്റാണ്. ഇത് റോസിൻ്റെ ആണ് കേട്ടോ. റോസ് ഫ്ലേവർ. നല്ലൊരു മണം കേട്ടോ. നല്ലൊരു ടോണറാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതിന് മണം നല്ലൊരു മണം വരുന്നുണ്ട്. യൂസ് ചെയ്തിട്ട് പറയാവേ. ഓക്കെ. അടുത്തെന്ന് പറയുന്നത് സ്മിത്തിൻ്റെ തന്നെ ഒരു ജസ്റ്റ് ഹെർബ്സ് ആണ്. ഇതൊരു ഫേസ് പാക്കാണ് കേട്ടോ. ഇത് എന്നിട്ട് ഒരു കുഞ്ഞ് ടിന്നാണ്. എല്ലാത്തിൻ്റെയും സാമ്പിൾ പാക്കേജ് ആയതുകൊണ്ട് തന്നെ അതിൽ എഴുതിയിരിക്കുന്ന ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാം കുഞ്ഞ് അക്ഷരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊരു തൈലത്തിൻ്റെ മണമില്ലേ, ഒരു തൈലത്തിൻ്റെ മണം. അതും സംഭവം ഇത് മുൾട്ടാണി മിട്ടിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെ ഒരു പിന്നെ ചന്ദനത്തിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഹെർബൽ സ്മെല്ലാണ് കേട്ടോ. ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം. ഇന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നോക്കിയിട്ട് ഞാൻ റിസൾട്ട് പറയാവേ. പിന്നെ വന്നിട്ട് പ്ലം ബ്രാൻഡിൻ്റെ പോർസ് ക്ലീനിങ് ഫേസ് വാഷാണിത്. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് കോമ്പിനേഷൻ സ്കിന്നിനും ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇത് എന്തിനാണ് മേടിച്ചതെന്ന് ചോദിച്ചാൽ, ഇത് എൻ്റെത് എക്സ്ട്രീം ഡ്രൈ സ്കിന്നല്ല, ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. ഡ്രൈ എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഡ്രൈ അല്ല, കോമ്പിനേഷൻ സ്കിന്നാണ്. കാരണം ചില സമയത്ത് എനിക്ക് ഓയിലി ആണ് എൻ്റെ ഫേസിന് ചില സമയത്ത് ഫീൽ ചെയ്യാറുണ്ട്. അത് രാവിലേക്ക് എണീക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് എൻ്റെത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ച് നോക്കിയതാണ്. എങ്കിലും ഇത് ഓയിൽ സ്കിന്നായിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതായത് ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കും. അതെന്താണ്, നമ്മുടെ ഫേസിലെ ഓയിൽ ഫുള്ള് വലിച്ചെടുക്കുകയാണിത്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് നല്ലൊരു സ്മെല്ലാട്ടോ. നിങ്ങളെ കാണിക്കുകയാണ്. നല്ല മണം. ഇത് എനിക്ക് ആദ്യം ഫീൽ ചെയ്തത് നമ്മുടെ ക്ലീൻ ആൻഡ് ക്ലിയർ ഇല്ലേ, ഒരു ഫേസ് വാഷിൻ്റെ ഇങ്ങനെ ഒരു ജെൽ ടൈപ്പാണ് കേട്ടോ. അതിൻ്റെ അകത്ത് കുറേ പച്ച കളറിൽ തരിയുണ്ട്. നമ്മളെ ക്ലീൻ ആൻഡ് ക്ലിയറിൻ്റെ ഫേസ് വാഷിൽ ചെറിയ തരികൾ കിടക്കില്ല, റെഡ് കളറിലെ ഗ്രീൻ കളറിലേക്ക്. അതുമാതിരിയാണ് ഇത് ഗ്രീൻ കളറിലാണ് കിടക്കുന്നത്. ഇത് നല്ല പ്ലമ്മിൻ്റെ ആണ്. നല്ലൊരു സൂപ്പർ ഫേസ് വാഷാണ്. ആക്നെ പ്രോൺ സ്കിന്നുകാരും കോമ്പിനേഷൻ സ്കിന്നുകാരും ഓയിലി സ്കിന്നുകാർക്കും ഇത് നല്ലൊരു എഫക്റ്റ്, നല്ലൊരു റിസൾട്ട് തരും. ആൻഡ് അവർ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ ഞാൻ പറയും കേട്ടോ. കാരണം നമ്മുടെ സ്കിന്നിലെ ഓയിലൊക്കെ നല്ലപോലെ വലിച്ചെടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഡ്രൈ സ്കിന്നുകാരും എക്സ്ട്രീം ഡ്രൈ സ്കിന്നുകാരും ഒന്നും വാങ്ങിച്ച് യൂസ് ചെയ്ത് കളയരുത്. ഞാൻ ജസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇതും ചേച്ചിക്ക് കൊടുക്കാം. ഇത് ചേച്ചിക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് പോസ്റ്റ് ക്ലീനിങ്ങിൻ്റെയാണ് കേട്ടോ. എല്ലാം ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇത് രണ്ടും അപ്പോൾ ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസർ കൊടുക്കുന്നില്ല, ഇത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് എനിക്ക് യൂസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോകും സ്കിന്ന്.
ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഒരു സൂപ്പർ പ്രൊഡക്റ്റാണ്. ഡാൻഡ്രഫ് കൺട്രോളിൻ്റെ ആണ്. ഡാൻഡ്രഫ് കൺട്രോൾ ബൂസ്റ്റർ ഓയിൽ ഷോട്ട്സ് വിത്ത് ക്ലിയറി നീം ആൻഡ് ടീ ട്രീ ഇൻ 100% നാച്ചുറൽ ഫോർമുല ഫോർ ഹിച്ചി. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് ഇങ്ങനെ ഒരു കുട്ടി പാക്കേജാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് 6 ml ആണ്. പാക്കേജിൽ ഇങ്ങനെ 2 കുഞ്ഞി ടിന്നാണ്. അത് ഗ്ലാസിൻ്റെ ആണ് കേട്ടോ, സൂക്ഷിക്കുക. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡ്രോപ്പർ വെച്ച് യൂസ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. Penetrate with the fingers, tips, massage for 3-5 minutes. Use every alternate nights before bed എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പം ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഇത് യൂസ് ചെയ്തിട്ട് കിടക്കണമെന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എക്സ്ട്രീമായിട്ട് ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതിപ്പോൾ 2 എണ്ണം വരുന്നില്ലേ, ഇതിൽ 4 എണ്ണം വരുന്ന ഒരു പാക്കേജ് ഉണ്ട്, അത് യൂസ് ചെയ്യാനാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഫ്രീ പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫ്രീ പർച്ചേസിങ്ങിൻ്റെ ഇടയിലൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്, ഓൺലൈൻ പേയ്മെൻറ്റ് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ക്യാഷ് ഓൺ ഡെലിവറിയാണ് മേടിച്ചത്. ഞാൻ എന്താ സാധനം ഓൺലൈൻ മേടിച്ച് പണി കിട്ടുമോ അങ്ങനെയൊക്കെയുള്ള ചിന്തയിൽ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തു. പക്ഷേ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തപ്പോൾ ഷിപ്പിംഗ് ചാർജ് വന്നു കേട്ടോ. പിന്നെന്താണ്, ഓൺലൈൻ ആണെങ്കിൽ 199 രൂപ മാത്രമാണ്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സിന് 199 രൂപയാണ്. പക്ഷേ എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലെത്തിക്കഴിഞ്ഞാലുടനെ നമ്മുടെ സ്മിറ്റൻ്റെ ആപ്പിൽ നമ്മുടെ 169 രൂപ തിരിച്ച് ക്യാഷ് ബാക്ക് വരുന്നതാണ്. എൻ്റെ കയ്യിൽ തിരിച്ച് വന്നായിരുന്നു. അതായത് ഈ പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് വാളറ്റിൽ 169 രൂപ വന്നിട്ടുണ്ടായിരുന്നു. ഈ 169 രൂപ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ഏതെങ്കിലും പ്രോഡക്റ്റിന് നമ്മൾ മേടിക്കുമല്ലോ, അപ്പം അതിൽ ഡിസ്കൗണ്ട് പ്രൈസായിട്ട് ഈ വാളറ്റിൽ കിടക്കുന്ന പൈസ കയറും. ഓക്കെ, അങ്ങനെയാണിത്. പിന്നെയെന്ന് പറയുന്നത് ഇത് നമുക്ക് വിശ്വസിച്ച് മേടിക്കാം. എല്ലാം നമ്മൾ നോക്കിയെടുക്കുക കേട്ടോ. ഹെർബൽ പ്രോഡക്റ്റ്സ് ആണ് കൂടുതലുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാവുന്നതാണ്. നല്ല നല്ല ബ്രാൻഡിൻ്റെ ഹൈ ക്വാളിറ്റി ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ്സിൽ അവൈലബിൾ ആണ്. പിന്നെന്താണ്, ഇതിൽ ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് ഇതിൽ നമ്മൾ മേടിക്കുന്ന പ്രോഡക്ട്സിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഒരു കോഡുണ്ട്. ആ കോഡ് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു മണി കിട്ടുന്നതാണ്. ആ മണി നമുക്ക് ഡയറക്റ്റ് ബാങ്കിലല്ല വരുന്നത്, നമുക്കത് സ്മിറ്റിൻ്റെ വോൾട്ടിലാണ് വരുന്നത്. അതിൽ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാമല്ലോ അപ്പോൾ ഫ്രീക്ക്. അപ്പം അങ്ങനെ ഒരു ഗുണം കൂടെ ക്യാഷ് പ്രോ പോലെയൊക്കെ ഉള്ള ഒരു ആപ്പിൻ്റെ ഒരു ഗുണം കൂടെ ഇതിലുണ്ട്. പിന്നെന്താണ്, അതൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഫ്രീ ട്രയൽ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ പോയിന്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇത്രയാണ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പം ഞാൻ 2 സാധനം ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. മോയ്സ്ചറൈസറും ഫേസ് വാഷും ഞാൻ 100% ഷുവർ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് റിസൾട്ട് പറയാതെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഫീച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരും പോകരുതേ. വീഡിയോസിൽ കിട്ടുന്ന ലൈക്സാണ് എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത്, വീണ്ടും നല്ല നല്ല വീഡിയോസ് ഇടാനായിട്ട്. അപ്പോൾ ലിറ്റിൽ സോളിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.